അപ്പോൾ ഇതുപോലത്തെ ഒരു എർത്ത് എങ്ങനെയാണ് നമുക്ക് ബ്ലെൻഡറിൽ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുക, എല്ലാം ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു Shift+A മെഷ് ഒരു UV സ്ഫിയർ ആഡ് ചെയ്യുക. എന്നിട്ട് അത് സ്കെയിൽ ചെയ്യുക, 10:8 സ്കെയിൽ ചെയ്യുക. അതിനായിട്ട് S10 വെച്ചിട്ട് സ്കെയിൽ ചെയ്യുക. ഇനി ഇതിനെ നമുക്കൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മോഡിഫയർ പ്രോപ്പർട്ടീസിൽ പോയിട്ട് ആഡ് മോഡിഫയർ സബ്ഡിവിഷൻ സർഫസ്, ഇത് ഞാൻ 2 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ തോന്നുന്നു. ഇനി റൈറ്റ് ക്ലിക്ക് ഷെയ്ഡ് സ്മൂത്ത് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിക് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ടെക്സ്ചർ ആഡ് ചെയ്യണം. അതിന് നമുക്ക് മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ പോവുക, ന്യൂ മെറ്റീരിയൽ ആക്കുക. അവിടെ ബേസ് കളറിൻ്റെ അവിടെ അത് മാറ്റിയിട്ട് ഇമേജ് ടെക്സ്ചർ എടുക്കുക. അതിനുള്ള ഇമേജസ് ഞാൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇമേജസ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യുക, ഇമേജസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിലെ എർത്ത് ഡിഫ്യൂസ് എന്ന് പറയുന്ന ഈ ഇമേജാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ കാണില്ല, അത് കാണണമെങ്കിൽ ഇവിടുത്തെ ഷെയ്ഡർ വ്യൂ നമുക്കൊന്ന് മാറ്റണം. മാറ്റുമ്പോൾ നമുക്കിവിടെ ഒരു ബേസിക് ടെക്സ്ചർ കിട്ടിയിട്ടതായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് ബാക്കിയുള്ളത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഷെയ്ഡിങ് വ്യൂ പോർട്ടിലേക്ക് പോകണം. അതിന് നമുക്ക് ഇവിടെ ഷെയ്ഡിങ്ങിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ അതിനേക്കാൾ എനിക്ക് ചെയ്യാറുള്ളത് ഇവിടെ പുതിയൊരു വിൻഡോ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഷെയ്ഡ് എഡിറ്റർ സെലക്ട് ചെയ്യും. ഇതൊന്ന് റീസൈസ് ചെയ്യട്ടെ. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ഇതിൽ ഉള്ള ടെക്സ്ചേഴ്സൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. പിന്നെ നമ്മൾ എർത്ത് ഡിഫ്യൂസിൻ്റെ ഇമേജ് നമുക്ക് കൊടുത്തായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു എർത്തിൽ നമുക്ക് ഈ ലാൻഡ് എന്ന് പറയുന്നത് കുറച്ച് ബമ്പായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അതിനൊരു നോർമൽ മാപ്പ് ഞാൻ ഇമേജിൽ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, Shift+D. എന്നിട്ട് പോയിട്ട് നോർമൽ മാപ്പ് എന്ന് പറയുന്ന എർത്ത് നോർമൽ എന്ന് പറയുന്ന ഇമേജ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ കളർ സ്പേസിൻ്റെ അവിടെ sRGB മാറ്റിയിട്ട് നോൺ കളർ ഡാറ്റ ആക്കുക. എന്നിട്ട് ഒരു നോർമൽ മാപ്പ് എന്ന് പറയുന്ന നോഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് കണക്ട് ചെയ്യുക. ഇത് നോർമലിലേക്കായിട്ട് കണക്ട് ചെയ്യാം. ബാക്കി കളർ കിടന്ന് മഞ്ഞ ഓക്കെ ആയിട്ട്. അപ്പോൾ അതൊന്ന് ലോഡാകാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് ശരിയെന്ന് തോന്നുന്നു. നമുക്ക് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു ബമ്പ് മാപ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് വേണമെങ്കിൽ സ്ട്രെങ്ത് നമുക്ക് ഇത് 0.5 ആയിട്ട് നമുക്ക് കുറയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു കളർ ആഡ് ചെയ്യാം. കളറല്ല, ലൈറ്റ് ആഡ് ചെയ്യാം. അതിന് Shift+A ലൈറ്റ് സൺ. ഇപ്പോൾ സൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സണ്ണിൻ്റെ നമുക്ക് G വെച്ചിട്ട് അത് മൂവ് ചെയ്യാം. ഇത് നമുക്ക് ഇതിൻ്റെ മാറ്റം കാണണമെങ്കിൽ നമുക്കിവിടെ വ്യൂ പോർട്ട് ഷെയ്ഡിങ്ങിൽ അത് മാറ്റണം. എന്നിട്ട് ഈ യെല്ലോ സ്പോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ പറ്റും. ഇനി ഇവിടെ ഷെയ്ഡറായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തിൻ്റെ ഇതിൽ ഇമേജസിൽ ഓഷ്യൻസ് മാത്രം റിഫ്ലക്റ്റീവ് ആവും, പക്ഷേ ലാൻഡ് റിഫ്ലക്റ്റീവ് ആവില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ റഫ്നെസ് എന്ന് പറയുന്ന വാല്യൂവിൽ നമുക്കൊരു ഇമേജ് ടെക്സ്ചർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ റഫ്നെസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് എർത്ത് ഗ്ലോസിനെസ് എന്ന് പറയുന്ന മാപ്പ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഒരു കളർ റാമ്പ് ആഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇത് നമുക്ക് കണക്ട് ചെയ്യാം. ഈ കളർ എന്ന് പറയുന്നത് റഫ്നെസ്സിൻ്റെ വാല്യൂയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കൊരു റഫ്നെസ്സിൻ്റെ ഒരു മാപ്പ് കിട്ടും. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കളർ റാമ്പിൽ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എത്രമാത്രം സ്മൂത്താണെന്നുള്ളത്. നമുക്ക് ഈ കളർ റാമ്പ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂസ് ഒന്ന് ടേക്ക് ചെയ്യാൻ പറ്റും. എത്രമാത്രം റിഫ്ലക്റ്റീവ് നമുക്ക് കാണാൻ പറ്റും, എത്രമാത്രം റിഫ്ലക്റ്റീവ് ആണെന്നുള്ള അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3 കാര്യം ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് എർത്തിൻ്റെ നൈറ്റ് ഇമേജസിൽ ഇവിടെയൊക്കെ ലൈറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ലൈറ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഇമേജ് നമുക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൽ ഒരു ഇമേജ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇലുമിനേഷൻ എന്ന് പറയുന്ന ആ ഇമേജ് ഓപ്പൺ ചെയ്യാം.
അപ്പോൾ എന്നിട്ട് ഇത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ എമിഷൻ എന്ന് പറയുന്ന അതിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം ലോഡായിട്ട് ഇപ്പോൾ റെഡിയാവും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ലൈറ്റ് ഇവിടെ വന്ന് എടുത്തിട്ട് വരും. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ സണ്ണുള്ള ഭാഗത്തും വെളിച്ചുള്ള ഭാഗത്തും ഇവിടെ ഈ ലൈറ്റുകളുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റണം. അതിന് നമുക്കൊരു മാസ്ക് ഉണ്ടാക്കണം. ആ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ നോട്ട് സെറ്റപ്പ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ ഡിഫ്യൂസ് BSTF എടുക്കുക. അതിനുശേഷം ഷെയ്ഡർ ടു RGB എന്ന് പറയുന്ന നോഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു കളർ റാമ്പ് കൂടി ആഡ് ചെയ്യുക. ഇത് തമ്മിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മളിതൊന്ന് സർഫസിലേക്ക് നമുക്കൊന്ന് ഇട്ട് നോക്കി കഴിഞ്ഞാൽ അത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കാണാൻ പറ്റും ഈ മാസ്ക്. അപ്പോൾ ഇതിൻ്റെ മാസ്ക് നമ്മൾ ഒന്ന് ക്ലിയർ കട്ടായിട്ട് ബൗണ്ടറി നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലത്തെ വാല്യൂസ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാൻ അടുത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ബോർഡർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് ജസ്റ്റ് അതാ കറക്റ്റാക്കാൻ വേണ്ടി നോക്കിയതാണെങ്കിൽ പഴയ പോലെ BSTF നിന്ന് പ്രിൻസിപ്പൽ BSTF നിന്ന് കണക്ട് ചെയ്യുക. ഇനി നമ്മളിത് എങ്ങനെയാണ് തന്നെ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എർത്ത് ഇലുമിനേഷനിലാണ് നമുക്ക് ഈ മാസ്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എർത്ത് ഇലുമിനേഷന് മുമ്പായിട്ട് നമ്മളൊരു മിക്സ് RGB നോഡ് എടുക്കുക. മിക്സ് RGB എടുക്കുക. എന്നിട്ട് നമ്മളത് മിക്സ് മാറ്റിയിട്ട് അത് മോഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ആക്കുക. ഓക്കെ, അതിൻ്റെ കളർ 2ലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടത് വേണ്ടത് ഇതിലത്തെ കളറാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മാസ്കിലത്തെ കളർ 2ലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇനി അതിൻ്റെ ഫാക്ടർ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഫാക്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതൊന്നും കാണാതാവാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ RGBയിൽ ഫ്ലിപ്പ് കളർ ലാമ്പ് കൊടുക്കുക. അപ്പോൾ നമുക്ക് പഴയ പോലെ കളർ കിട്ടും. ഇനി ഇപ്പോഴും ഒന്നും ശരിയായിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് മൂവ് ചെയ്യാം. ഇപ്പോൾ മൂവ് ചെയ്യുമ്പോഴാണ് ഇതൊന്നും ഇല്ലാതെ ആ പുറമേലായിട്ടുള്ള ഭാഗത്ത് ഈ ഇതില്ലാതാവുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ശരിയായി. ഇനി അപ്പോൾ നമുക്ക് ആ മാസ്ക് വെച്ചിട്ട് ഈ ഇരുട്ടത്തിലുള്ള ഭാഗത്ത് മാത്രം നമ്മൾ ഇലുമിനേഷൻ ആഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എർത്തിൻ്റെ അവിടെ ഒരു ബ്ലൂ ആയിട്ടൊരു എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ കാരണം ഒരു ബ്ലൂ ആയിട്ടുള്ളൊരു ഷെയ്ഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. അതിന് ഒരു ലെയർ വെയ്റ്റ് എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ ആഡ് ചെയ്യുക നോഡ്. അതിനുശേഷം അതിൻ്റെ മുമ്പിൽ ഒരു മിക്സ് RGB ഇടുക. മിക്സ് RGB വയ്ക്കുക. ഇപ്രാവശ്യം അത് മാറ്റേണ്ട, മിക്സിലേക്ക് തന്നെ കിടന്നോട്ടെ. ഇനി ഇതിൻ്റെ കളർ 1ൻ്റെ അവിടെ ഇത് കൊടുക്കുക. കളർ 2ൽ ബ്ലാക്ക് കൊടുക്കുക. ഇനി ഈ ഇതിൽ തന്നെ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ മാസ്കിൽ നിന്ന് ആ മാസ്കുള്ള ഭാഗത്ത് മാത്രമാണല്ലോ, മാസ്ക് ഇല്ലാത്ത ഭാഗത്താണല്ലോ നമുക്ക് ഈ ബ്ലൂ ഷെയ്ഡ് കിട്ടുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഫാക്ടോറിയലായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഈ ഇങ്ങനെയുള്ള ഈ മാസ്ക് നമുക്ക് ഇതിൻ്റെ നമുക്ക് ആഡ് ചെയ്യണം. അത് എർത്തിൻ്റെ ഇതാണല്ലോ എർത്തിൻ്റെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ടെക്സ്ചർ, അതിന് മുമ്പിലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് മുമ്പിൽ ഒരു മിക്സ് RGB നേരത്തെ തന്നെ മിക്സ് RGB ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫാക്ടറിന് പകരം എന്താ പറയുക, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മാസ്കിലുള്ള അത് കൊടുക്കുക. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വെള്ള ഷെയ്ഡ് കാണും. നമുക്ക് വെള്ളയല്ല വേണ്ടത്, നമുക്ക് ബ്ലൂ ആണ് വേണ്ടത്. അപ്പോൾ കളർ 2 മാറ്റിയിട്ടൊരു ബ്ലൂ സെലക്ട് ചെയ്യാം. ഈ ബ്ലൂ ഷെയ്ഡുള്ളത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടി ഇത് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിന് ഒരു അറ്റ്മോസ്ഫിയറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ഓക്കെ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. Shift+T വയ്ക്കുക. എന്നിട്ട് അവിടെ തന്നെ വയ്ക്കുക. എന്നിട്ട് അതിനൊന്ന് S വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സ്കെയിലപ്പ് ചെയ്യുക. ഓക്കെ, കുറച്ച് സ്കെയിൽ ചെയ്താൽ മതി. ഇനി അതിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടീസിൽ പോയിട്ട് അതിൻ്റെ ഈ മെറ്റീരിയൽ കളഞ്ഞിട്ട് ഒരു പുതിയ മെറ്റീരിയൽ ആഡ് ചെയ്യാം. അതിനെ നമുക്ക് ഏത് ഇമേജ് ടെക്സ്ചർ കൊടുക്കണം. ആ ഇമേജ് എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യാൻ ഞാൻ തന്നിട്ടുള്ളതിലെ ഈ എർത്ത് ക്ലൗഡ്സ് എന്ന് പറയുന്ന ഇമേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലൗഡ്സ് കിട്ടും. പക്ഷേ ഇത്
ഇത് നമുക്ക് കാണാൻ പറ്റണം, അതിനുള്ളിലൂടെ കാണാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ഷെയ്ഡിങ് വ്യൂ പോർട്ടിലേക്ക് ഒന്നുകൂടി പോയിട്ട് ഇവിടെ ഇത് ബേസ് കളറിലേക്കല്ല വേണ്ടത്, ഇതിൻ്റെ ആൽഫ എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻസി ആണല്ലോ, ട്രാൻസ്പെറൻസി നമുക്ക് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആൽഫയിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ എന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഒന്നും കാണാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ഈ ക്ലൗഡ് എന്ന് പറയുന്നത് സെറ്റിങ്സിൽ പോയിട്ട് ബ്ലെൻഡ് മോഡ് ആൽഫ ബ്ലെൻഡിലേക്കും ഷാഡോ മോഡ് ആൽഫ ഹാഷ്ഡും സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ ഏകദേശം ആയിക്കഴിഞ്ഞു. ഓക്കെ, സംഭവം റെഡിയായി. ഇനി നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരു ക്യാമറ ആഡ് ചെയ്യാം. Shift+A ക്യാമറ, എന്നിട്ട് നമുക്ക് Alt+Ctrl+0 വെച്ച് കഴിഞ്ഞാൽ ക്യാമറ നമുക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് N ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യൂവിൽ ക്യാമറ ടു വ്യൂ ആക്കുക. ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് സൂം അപ്പ് ചെയ്യാം. ക്യാമറ ഇതിനൊപ്പം മൂവ് ചെയ്യും. നമുക്കിത് ക്യാമറ നമ്മുടെ വ്യൂ പോർട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ക്യാമറയും അതിനൊപ്പം മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഈ ക്യാമറ വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് റെൻഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു എർത്ത് ഉണ്ടാക്കുന്നത്. ഇത് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഒക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.